ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് മുളപ്പിച്ച റാഗി പൗഡർ കൊണ്ടൊരു വെള്ളയപ്പം ഉണ്ടാക്കിയാലോ. ഞാൻ അതുകൊണ്ട് 3 സ്പൂൺ അളന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ റാഗിപ്പൊടിയാണ് അത് ചേർക്കുകയാണ്. ഇതിനൊരു സ്പൂണാണ് അരിപ്പൊടി ചേർക്കുന്നത്. റാഗിപ്പൊടി ചേർത്തത് ഇതുപോലൊരു സ്പൂണിലാണ്. 1 സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഒരു 1/2 സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. കുറച്ച് തേങ്ങ പീര അത് ചേർക്കുക. ഇനി ചേർക്കേണ്ടത് നേരിയ ചൂടുവെള്ളം. ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ വളരെ നേരിയത്, വെള്ളത്തിൻ്റെ തണുപ്പ് മാത്രമേ പോകാവുള്ളൂ. ഒരുപാട് ചൂടായാൽ ഈസ്റ്റ് ഇട്ടത് പൊങ്ങത്തില്ല. അതുകൊണ്ടത് നോക്കി വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചുകൊണ്ടും വരാം. കൃത്യം 1 മണിക്കൂറായപ്പോൾ തന്നെ അപ്പത്തിൻ്റെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുകയാണ്. ഉപ്പ് ചേർത്ത് ഇളക്കി പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് വെക്കണം. റാഗിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം മുളപ്പിച്ച റാഗിയും കൂടെ ആകുമ്പം ഇരട്ടി ഗുണമാണ്. ഒരു രാത്രി റാഗി വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ അതൊരു തുണിയിൽ കെട്ടി ഞാൻ വെച്ച്, അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. അതെടുത്ത് ഉണക്കി പൊടിച്ച് ആ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കണ്ട നമ്മുടെ റാഗിയുടെ അപ്പം കണ്ട നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ട 1 മണിക്കൂർ കൊണ്ടാണ് ഞാൻ ഈ അപ്പം പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. കണ്ട ഏറ്റവും ഗുണമുള്ളതുമായ ഈ അപ്പം നമുക്കുണ്ടാക്കി വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാം. ഞാൻ അടുത്ത അപ്പങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് വരാവേ. നമ്മുടെ അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനേത് കറി വേണേലും കൂട്ടാം. നമുക്ക് ഇറച്ചിക്കറിയോ പിന്നെ കടലക്കറിയോ മുട്ടക്കറിയോ എന്ത് വേണേലും ചെയ്യാം. പക്ഷേ ഇവിടങ്ങളിൽ കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടമുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നല്ല കുറുകിയ പാലിൽ പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ച് ഒരു അല്പം ഉപ്പും കൂടി ഒന്ന് ബാലൻസ് ചെയ്യാനുള്ളത് ചേർത്ത് ഇതൊഴിച്ചാണ് ഇവിടെ എല്ലാവരും മിക്കവാറും കഴിക്കുന്നത്. കറികളും കൂട്ടുന്നവരുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ